ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്, നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓഡിയോ ക്ലാസ് ആയിട്ടാണ് അയക്കുന്നത്. ഇതിൻ്റെ പ്രോബ്ലം ഭാഗം വരുമ്പോൾ വീഡിയോ ക്ലാസ് അയക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്, അക്കൗണ്ടിങ്ങിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ എന്തെല്ലാം, ഇതെല്ലാം നിങ്ങൾ നോക്കിയെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമുക്ക് പിന്നീട് വർക്കൗട്ട് ചെയ്യാം. തൽക്കാലം ഇതിൻ്റെ ഒരു ബേസ് മനസ്സിലാക്കാനായി ശ്രമിക്കുക. അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ദ മെയിൻ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് is to identify business transaction. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക. ആൻഡ് എൻ്റർ ദം ഇൻ ടു അപ്രോപ്രിയേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അനുയോജ്യമായ ബുക്സ് ഓഫ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്, മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ദ മെയിൻ പർപ്പസ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ടു ഐഡൻറ്റിഫൈ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ. സാമ്പത്തിക സ്വഭാവമുള്ള ബിസിനസ്സിൻ്റെ ക്രയവിക്രയങ്ങളെ കണ്ടെത്തുകയും അനുയോജ്യമായ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുക. ഇതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്, ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക. ഏർണിംഗ് പ്രോഫിറ്റ് ഈസ് ദ മെയിൻ പർപ്പസ് ഫോർ വിച്ച് ദ ബിസിനസ് ഈസ് ക്യാരിഡ് ഓൺ. എല്ലാ ബിസിനസ്സും ക്യാരി ചെയ്യുന്നത് ലാഭം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. The information available from the statement prepared for ascertaining it called profit or loss account. Profit or loss find out by way of preparing the statement called the profit or loss account. And third point, depiction of financial position. Financial position show ചെയ്യുക. At the end of an accounting period, a position statement is prepared. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞതാണ്. പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോൺ ആസ് ദ ബാലൻസ് ഷീറ്റ്. ദാറ്റ് മീൻസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. ആസ്തിയുടെയും ബാധ്യതയുടെയും ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദാറ്റ് മീൻസ് ദ ബാലൻസ് ഷീറ്റ് ഷോസ് ദ ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് അഫേഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സിൻ്റെ യഥാർത്ഥ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു ഷോയാണ് ഏതെന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഫോർത്ത് പോയിൻറ്റ്, മേക്കിംഗ് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് യൂസേഴ്സ്. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഉപഭോക്താക്കൾക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യുക. ഇതൊക്കെ ആൾറെഡി നമ്മൾ ക്യാരക്ടറിസ്റ്റിൽ പറഞ്ഞാണ്, നമ്മൾ പഠിച്ചത്. ഒരിക്കലും ശ്രദ്ധിക്കുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, ഇതെല്ലാം നോട്ട് ആദ്യം എഴുതി തയ്യാറാക്കിയിട്ട് പഠിക്കാനായി ശ്രമിക്കുക. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓർ വാട്ട് ആർ ദ എയിംസ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാം? ഫസ്റ്റ് വൺ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ക്രയവിക്രയങ്ങളെ കണ്ടെത്തുകയും അപ്രോപ്രിയേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത്. രണ്ടാമത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് ഫൈൻഡ് ഔട്ട് പ്രോഫിറ്റ് ഓർ ലോസ്. ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കാം? ബൈ പ്രിപ്പയറിംഗ് എ സ്റ്റേറ്റ്മെൻറ്റ്സ് കാൾഡ് ദ പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർ ലോസ് അക്കൗണ്ട്. ആൻഡ് ദെൻ ദ ഫൈൻഡ് ഔട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ. സാമ്പത്തിക അവസ്ഥ കണ്ടുപിടിക്കുക. Show the financial position. It is by way of preparing the position statement known as the balance sheet. It shows the assets and liabilities. It gives the true and fair view of the statement of affairs of business. And fourth point, making information available to various users. Information ഇതിൻ്റെ ഉപഭോക്താക്കൾക്ക് പാസ് ചെയ്യുക. What are the objectives of accounting? And then നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ സിസ്റ്റം? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അക്കൗണ്ടിങ്ങിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകളാണ്. ഇവിടെ അക്കൗണ്ടിങ്ങിൻ്റെ പൊതുവായ സ്വഭാവ സവിശേഷതകളല്ല, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണഗണങ്ങൾ എന്തെല്ലാം. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പാർട്ടി ചോദിക്കാം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ്റെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണഗണങ്ങൾ എന്തെല്ലാം? ഒന്ന്, റിലയബിലിറ്റി. എന്താണ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ? വിശ്വസ്തമായിരിക്കണം.
അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എപ്പോഴും റിലയബിൾ ആയിരിക്കണം. എപ്പോഴാണ് റിലയബിളായി മാറുന്നത്? അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി റിലയബിൾ ഓർ ഇറ്റ് ഈസ് സെഡ് ടു ബി റിലയബിൾ ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറർ ആൻഡ് ബയാസ്. അതായത് പക്ഷം പിടിക്കുന്നതിൽ നിന്നും തെറ്റുകളിൽ നിന്നുമൊക്കെ ഫ്രീ ആകുമ്പോഴാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ എന്തായി മാറുന്നത്? വിശ്വസ്തമായി മാറുന്നത്. 2, റിലവൻസ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രസക്തമായിരിക്കണം. എപ്പോഴാണ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പ്രസക്തമായിരിക്കുന്നത്? ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. ടൈമിൽ ഇത് ലഭ്യമാകുമ്പോഴാണ് ഇത് പ്രസക്തമായി മാറുന്നത്. ആൻഡ് ദെൻ ദ അണ്ടർസ്റ്റാൻഡബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡബിൾ. ദാറ്റ് മീൻസ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റുഡ് ബൈ ദോസ് ടു ഹൂം ഇറ്റ് ഈസ് കമ്മ്യൂണിക്കേറ്റഡ്. ആർക്കാണോ ഇത് പാസ് ചെയ്യുന്നത്, ആർക്കാണോ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത് അവർക്ക് മനസ്സിലാവുന്ന തരത്തിലായിരിക്കണം. ആൻഡ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ കമ്പയറബിലിറ്റി. ദാറ്റ് മീൻസ് ദ അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പയറബിലിറ്റി. താരതമ്യ പഠനത്തിനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. ദിസ് മീൻസ് ദ അക്കൗണ്ടിങ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫോംസ് ടു ഐഡൻറ്റിഫൈ ദ സിമിലാരിറ്റീസ്. മറ്റ് സിമിലർ ഫെയിമുമായിട്ട് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് താരതമ്യ പഠനത്തിനുള്ള സാധ്യത ഉണ്ടായിരിക്കണം. ഒരിക്കൽ കൂടി പറയുന്നു, ഒരു അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗുണഗണങ്ങൾ. ഒന്ന് എന്താണ്? ഇത് വിശ്വസ്തമായിരിക്കണം, റിലയബിൾ ആയിരിക്കണം. എപ്പോഴാണ് റിലയബിൾ ആകുന്നത്? ഇഫ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം എറർ ആൻഡ് ബയസ്. ആൻഡ് ദെൻ ദ റിലവൻസ്. പ്രസക്തമായിരിക്കണം. ഇത് എപ്പോഴാണ് പ്രസക്തമായി തീരുന്നത്? ഇൻഫോർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. ആൻഡ് ദെൻ ദ അണ്ടർസ്റ്റാൻഡബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ മസ്റ്റ് ബി അണ്ടർസ്റ്റാൻഡ് ബൈ ദ ഓർഡിനറി മാൻ. സാധാരണ ഒരു വ്യക്തിക്ക് മനസ്സിലാകുന്ന തരത്തിലുള്ളതായിരിക്കണം. ആൻഡ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് കമ്പയറബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഷുഡ് ഹാവ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഓഫ് കമ്പയറബിലിറ്റി. ദിസ് മീൻസ് ദ അക്കൗണ്ടിങ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പയറബിൾ വിത്ത് അതർ ഫോംസ് ടു ഐഡൻറ്റിഫൈ ദ സിമിലാരിറ്റീസ്. നമ്മൾ അടുത്ത ഒരു ഭാഗത്തേക്ക് പോകുന്നു. ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സിനോണിമസ് ടേമാണ്. യഥാർത്ഥത്തിൽ ബുക്ക് കീപ്പിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സെയിം വാക്കാണ്. നമ്മൾ ചിലപ്പോൾ ബുക്ക് കീപ്പിംഗിന് ഉപയോഗിക്കും, ചിലപ്പോൾ നമ്മൾ അക്കൗണ്ടിങ്ങിന് ഉപയോഗിക്കും. എന്നാൽ സം ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചോദ്യങ്ങളുണ്ടാകാം. ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ടു പ്രിപ്പയർ ഒറിജിനൽ ബുക്സ്. ഒറിജിനൽ ബുക്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഒറിജിനൽ ബുക്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ജേണൽ. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ഭാഗത്ത് കൂടുതൽ വിശദമായി പഠിക്കാം. ജേണൽ. ആൻഡ് ദ സെക്കൻഡറി ബുക്ക് ഏതാണ്? ലെഡ്ജർ. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് ടു റിക്കാർഡ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളെ കൂലങ്കഷമായി വ്യാഖ്യാനിക്കുകയും അനലൈസ് ചെയ്യുക എന്നാണ് അക്കൗണ്ടിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ദാറ്റ് മീൻസ് ദ ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശദമായൊരു പഠനമാണ്. ഈസ് ടു റിക്കാർഡ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ദാറ്റ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് എന്നതാണ് വരുന്നത്? അക്കൗണ്ടിങ്ങിലാണ് വരുന്നത്. ദാറ്റ് മീൻസ് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ് എവിടെയാണ്? ബുക്ക് കീപ്പിങ്ങിലാണ്. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി മുന്നോട്ടുള്ള പ്രയാണമാണ്. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് ഈസ് ടു റിക്കാർഡ്, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. അടുത്ത എന്താണ്? അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്, ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ലിമിറ്റഡ് സ്കോപ്പാണ്. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ അർത്ഥതലത്തിലുള്ളതാണ്, വൈഡർ സ്കോപ്പാണ്. അടുത്ത ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു ക്ലറിക്കൽ വർക്കാണ്. എന്താണ് ക്ലറിക്കൽ വർക്ക് എന്ന് പറയാൻ കാര്യം? And that means it includes the journal, ledger and trial balance. That means the transaction converted into journal entry, and from the journal entry we prepare the various accounts. That means the ledger, and with the balances of ledger we prepare the trial balance. അതൊക്കെ പിന്നീട് നമുക്ക് വിശദമായി പഠിക്കാം. That means the bookkeeping. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന തലത്തിലേക്ക് പോകുന്നു. ഇറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ദ ലോ ലെവൽ, മീഡിയം ലെവൽ ആൻഡ് ദ ഹയർ ലെവൽ മാനേജ്മെൻറ്റ്, ഓർ ദാറ്റ് മീൻസ് ദ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രവർത്തനമാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. ഇത് ബുക്ക് കീപ്പിംഗ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ അക്കൗണ്ടിംഗ്. നെക്സ്റ്റ് പോയിൻറ്റ്, ബുക്ക് കീപ്പിംഗ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ അക്കൗണ്ടിംഗ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ആരെ ആശ്രയിക്കുന്നു? അക്കൗണ്ടിങ്ങിനെ ആശ്രയിക്കുന്നു. അക്കൗണ്ടിംഗ് ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ബുക്ക് കീപ്പിംഗ്. ഇത് പരസ്പര ആശ്രയിച്ച് നിൽക്കുന്ന രണ്ട് ടീമുകളാണ്. ബുക്ക് കീപ്പിംഗ് ആരെ ആശ്രയിക്കുന്നു? അക്കൗണ്ടിങ്ങിനെ ആശ്രയിക്കുന്നു. അക്കൗണ്ടിംഗ് ഡിപ്പെൻഡ് ഓൺ ബുക്ക് കീപ്പിംഗ്. ലാസ്റ്റ് പോയിൻറ്റ്,
bookkeeping does not show the net results and financial position. ബുക്ക് with the help of bookkeeping we cannot ascertain the profit or loss and ascertain the financial position. ബുക്ക് സഹായത്തോടു കൂടി നമ്മൾ ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധ്യമല്ല. ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ സാധ്യമല്ല. ദാറ്റ് മീൻസ് ദ അരിത്തമെറ്റിക്കൽ ആക്യുറസി അനലൈസ് ചെയ്യാൻ സാധ്യമല്ല. കാരണം എന്താണ്? ബുക്ക് കീപ്പിംഗ് ഇൻക്ലൂഡ്സ് ദാറ്റ് മീൻസ് ദ ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. എന്നാൽ അക്കൗണ്ടിങ് ഷോസ് ദ നെറ്റ് റിസൾട്ട് ഓഫ് ബിസിനസ്. അതായത് അക്കൗണ്ടിങ്ങിൽ എന്ത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും? നെറ്റ് റിസൾട്ട് അറിയാൻ പറ്റും. കാരണം എന്താണ്? അക്കൗണ്ടിങ്ങിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നു. എന്നാൽ ബുക്ക് കീപ്പിങ്ങിൽ എവിടം വരെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ? ട്രയൽ ബാലൻസ് വരെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബുക്ക് കീപ്പിങ്ങും അക്കൗണ്ടിങ്ങും തമ്മിലുള്ള കാതലായ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണ് ബുക്ക് കീപ്പിംഗ്, എന്താണ് അക്കൗണ്ടിങ്? രണ്ടും ഒരു സിനോണിമസ് ടേമാണ്. രണ്ടും എന്താണ്? ഏകദേശം സെയിം മീനിങ് ആണ്. എന്നാൽ സം ബേസിക് ഡിഫറൻസ്. ഒന്നാമത്തെ എന്താണ്? ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. എന്നാൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിലാണ്. അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ. ദാറ്റ് മീൻസ് ദ പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ആൻഡ് അക്കൗണ്ടിംഗ് ലിമിറ്റഡ് സ്കോപ്പ്, ബുക്ക് കീപ്പിംഗ് ലിമിറ്റഡ് സ്കോപ്പ് and the accounting wider scope. And the bookkeeping is a clerical work, but accounting requires the higher skill. That means it is concerned with the higher skill. That means it is concerned with the low level and the medium level and the higher level management. And then the bookkeeping depend on accounting and accounting depend on bookkeeping. രണ്ടും പരസ്പരം ആശ്രയിക്കുന്നു. And with the help of bookkeeping does not show the net results. That means it is up to the trial balance only. But accounting, we can ascertain the profit or loss and also the financial position of business. That means the balance sheet.